ജീവിത പ്രാരാബ്ദങ്ങളെ പിന്തള്ളി ട്രാക്കിൽ ഓടി മുന്നേറി സ്വർണം കൊയ്ത സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇടുക്കിയുടെ അഭിമാനമായ താരങ്ങളാണ് കാൽവരി മൗണ്ട് സ്വദേശിനികളായ ദേവപ്രിയയും സഹോദരി ദേവനന്ദയും. കായികരംഗത്ത് വിജയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറി കരസ്ഥമാക്കുന്ന മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സൂക്ഷിക്കുവാനും തങ്ങൾക്കും കുടുംബത്തിനും സുരക്ഷിതമായി താമസിക്കുവാനും അടച്ചുറപ്പുള്ള ഒരു വീടെന്നതാണ് ഈ കായിക താരങ്ങളുടെ ഇപ്പോഴത്തെ സ്വപ്നം. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗ റാണിയാണ് കാൽവരി ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയായ ദേവപ്രിയ. തന്റെ ആദ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലാണ് ദേവപ്രിയയുടെ സുവർണ നേട്ടം. 200 മീറ്ററിൽ വെള്ളി കൂടി നേടിയതോടെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ദേവപ്രിയ. സംസ്ഥാന കായികമേളയിൽ ലോങ് ജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സഹോദരി ദേവനന്ദ മടങ്ങിയെത്തിയത്. കായികരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവരുടെ യാത്രയുടെ ആരംഭം ഇടിഞ്ഞു വീഴാറായ ഈ കൊച്ചു വീട്ടിൽ നിന്നാണ്. പുസ്തകം വെക്കാൻ ഇടയില്ല, മെഡൽ ഒന്ന് സൂക്ഷിക്കാനും ട്രോഫിയൊക്കെ വെക്കാനും ഇടയില്ല. ചാക്കിനകത്തൊക്കെ വെക്കുന്ന മഴക്കാലത്ത് വീടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു വീട് വേണം, പുസ്തകമൊക്കെ നനയാതെ വെക്കാനായിട്ട്, ട്രോഫിയൊക്കെ വെക്കാനായിട്ട് ഷെൽഫ് പോലെ. വാരിക്കൂട്ടിയ ഈ മെഡലുകളും ഉപഹാരങ്ങളും എന്തിനേറെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പോലുമുള്ള സൗകര്യം ഈ വീടിനില്ല. കായിക കരുത്തിലൂടെ നേടിയ മെഡലുകളെല്ലാം പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തട്ടിൻമുകളിൽ സൂക്ഷിക്കേണ്ട ഗതികേടിലാണിവർ. മഴക്കാലമായാൽ വീട് ആകെ ചോർന്നൊലിക്കും. വീടിന് പിൻഭാഗത്ത് അടച്ചുറപ്പുള്ള കതക് പോലുമില്ല. മരം വെട്ട് തൊഴിലാളിയായിരുന്ന പിതാവ് കാമാക്ഷി കൂട്ടക്കല്ല് പാലത്തുന്തലയ്ക്കൽ ഷിബുവിന് ജോലിക്കിടെയുണ്ടായ അപകടത്തെ തുടർന്ന് പണിക്ക് പോകാൻ കഴിയില്ല. അമ്മ ബിസ്മിയുടെ കേരള ബാങ്കിലെ താൽക്കാലിക ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിലാണ് ഈ സഹോദരിമാരും കുഞ്ഞനുജൻ 2 വയസ്സുകാരൻ ദേവാനന്ദും ഉൾപ്പെടുന്ന 7അംഗ കുടുംബം പുലരുന്നത്. ഇതിൽ നിന്നും മിച്ചം പിടിച്ചാണ് മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമുള്ള തുക ഇവർ കണ്ടെത്തുന്നത്. കുടുംബ വിഹിതമായി ലഭിച്ച 10 സെന്റ് സ്ഥലത്ത് ഒരു വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ വിജയങ്ങളിലേക്ക് ഓടിക്കയറുമ്പോഴും ദേവപ്രിയയും ദേവനന്ദയും ഒരുമിച്ച് കാണുന്നത് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീട് എന്ന സ്വപ്നമാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.